മാങ്കൂട്ടം കഴിഞ്ഞ 3 ആഴ്ചയായി വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടില്ല എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം. ഇപ്പോൾ സുജുറ്റി ബാബു പത്തനംതിട്ടയിൽ നിന്ന് എന്നോടൊപ്പം ചേരുകയാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകാനായി, ഇപ്പോഴത്തെ ഒരു സാഹചര്യം പറയാനായി. സുജു, ഗുഡ് മോർണിംഗ്. രാഹുൽ മാങ്കൂട്ടം കഴിഞ്ഞ 3 ആഴ്ചയായി വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടേയില്ല. ആകെ 2 വട്ടം എന്തോമാണ് പുറത്തേക്ക് ഇറങ്ങിയത്. ഒന്ന്, യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനം രാജിവെച്ച കാര്യം പറയാൻ, മറ്റൊരു തവണ മറ്റെന്തോ ഒരു കാര്യം പറയാൻ കൂടി വേണ്ടി, ഈ പറയുന്ന അവന്തികയുടെ ഒരു സന്ദേശം എടുത്തിട്ട് ന്യായീകരിക്കാൻ വേണ്ടിയിട്ട്. അതല്ലാതെ നമ്മൾ പുറത്തേക്ക് കണ്ടിട്ടേ ഇല്ല. പുറത്തിറങ്ങിയാൽ നാണം കെട്ട് തല താഴ്ത്തേണ്ടി വരും, നമുക്കറിയാം. എന്താണിപ്പോൾ ഏറ്റവും പുതുതായി നമുക്ക് പറയാൻ കഴിയുന്നത്? പാലക്കാട്ടേക്ക് ഉടനെയെങ്ങാനും പോകാനുള്ള സാധ്യതയുണ്ടോ? മാങ്കൂട്ടം ക്യാമ്പിന്റെ കൂടെ നിൽക്കുന്നവരുടെ ആലോചന എന്താണ്? മനു, ഗുഡ് മോർണിംഗ്. തീർച്ചയായിട്ടും പാലക്കാടൊക്കെ ഉടൻ പോകാൻ സാധ്യതയില്ല. ഒരു സാധ്യത കൽപ്പിച്ചത് ഇപ്പോൾ സച്ചിൻ പറഞ്ഞ പോലെ പാലക്കാട് ചില പരിപാടികളൊക്കെ തട്ടിക്കൂട്ടി രാഹുലിനെ മണ്ഡലത്തിൽ അവതരിപ്പിക്കാൻ ഷാഫിയുടെ നേതൃത്വത്തിൽ ചില ശ്രമങ്ങൾ നടത്തിയിരുന്നു. എന്നാൽ അതെല്ലാം പാളിപ്പോയി. അതുകൊണ്ട് തന്നെ രാഹുൽ അടുത്ത സമയത്ത് പാലക്കാടേക്ക് പോകുന്ന സംശയമാണ്. MLA 2 തവണ മനു സൂചിപ്പിച്ച പോലെ പിന്നെ തിരുവനന്തപുരം ഭാഗത്തേക്ക് യാത്ര തിരിക്കുന്നു, തിരികെ നാടകം കളിച്ച് വീട്ടിലേക്ക് വരുന്നു. ഒരു MLA ചായ കുടിക്കാനോ ബന്ധുക്കളുടെ വീട്ടിൽ പോയോ ഇല്ലയോ നല്ല പ്രധാനപ്പെട്ട വിഷയം. സ്വാഭാവികമായിട്ട് സ്വന്തം വീടാണ്, പുറത്തിറങ്ങാം, ബന്ധുക്കളുടെ വീട്ടിൽ പോകാം. പക്ഷേ MLA എന്ന നിലയിൽ പൊതുപരിപാടിയിൽ രാഹുൽ പങ്കെടുത്തിട്ട് ഇപ്പോൾ 2 ആഴ്ച മേലായി, അല്ലെങ്കിൽ 3 ആഴ്ചയോളം ആകുന്നു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിനിടയ്ക്ക് ഓണസമയത്ത് രാഹുൽ ഇപ്പോൾ പത്തനംതിട്ട അടൂരിലുണ്ടായിരുന്നു. കാരണം ഉണ്ടാകേണ്ട ഷെഡ്യൂൾ ഉണ്ടായിരുന്നു. പന്തളത്ത് നടക്കുന്ന അയ്യങ്കാളി ജയന്തി ആഘോഷത്തിൽ, KPMS നടക്കുന്ന അയ്യങ്കാളി ജയന്തി ആഘോഷത്തിന്റെ ഉദ്ഘാടകൻ രാഹുൽ മാങ്കൂട്ടത്തിലായിരുന്നു. എന്നാൽ സംഘാടകർ വളരെ പക്വതയാർന്ന തീരുമാനമെടുത്തു. രാഹുലിനെ ഒഴിവാക്കി, അതായത് പാലക്കാട് MLA ഒഴിവാക്കി അടൂർ MLA ചിറ്റയം ഗോപകുമാറിനെ ഉദ്ഘാടകനായി നിശ്ചയിക്കുകയും ചെയ്തു. അപ്പൊ അതിനിടയിൽ അങ്ങനെ സംഭവമുണ്ട്. അതായത് ആദ്യഘട്ടത്തിൽ മാത്രമല്ല, രാഹുൽ ഒരു MLA ആകുമ്പോൾ ഒരു വലിയ ഷെഡ്യൂളൊക്കെ ആളുകൾ ചോദിക്കുകയും അതനുസരിച്ച് പ്ലാനിങ്ങും ഉദ്ഘാടനമൊക്കെ ഉണ്ടല്ലോ. അത്തരം ഉദ്ഘാടനങ്ങളിൽ നിന്നും രാഹുലിനെ ഇപ്പോഴും സംഘടനകൾ ഒഴിവാക്കുന്നു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ അയ്യങ്കാളി ജയന്തി ഉദ്ഘാടക വേഷത്തിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ ഔട്ടായിരിക്കുകയാണ്. പകരം ചിറ്റയം ഗോപകുമാറാണ്. ഇതിലെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ, രാഹുൽ ഈ 2 ആഴ്ച അല്ലെങ്കിൽ 3 ആഴ്ച പിന്നിടുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉയർന്നു വന്ന ആരോപണങ്ങളിൽ എപ്പോഴെങ്കിലും കൃത്യമായ മറുപടി നൽകിയിട്ടുണ്ടോ എന്നാണ്. അടൂർ പ്രകാശ് UDF കൺവീനറാണ്, പത്തനംതിട്ടയിൽ നിന്നുള്ള നേതാവാണ്, അടൂരിൽ നിന്നുള്ള നേതാവാണ്. രാഹുലിന്റെ അയൽവാസി എന്നൊക്കെ വേണമെങ്കിൽ അടൂരിൽ നിന്നുള്ള നേതാവായിട്ട് നമുക്ക് പറയാം, തൊട്ടടുത്തല്ലെങ്കിൽ പോലും. ആ അടൂർ പ്രകാശ് AI എന്ന് പറയുമ്പോൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ കുറ്റപ്പെടുത്തുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്തുകൊണ്ട് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ കുറ്റം പറയുന്നില്ല, അല്ലെങ്കിൽ ആ കാര്യം പറയുന്നില്ല എന്ന പ്രധാനപ്പെട്ട ചോദ്യം. രാഹുൽ ആദ്യ വാർത്താ സമ്മേളനത്തിൽ AI പറ്റിയൊക്കെ സൂചിപ്പിച്ചു വന്നു. എന്നാൽ പിന്നീട് അതിനെപ്പറ്റി ഒരു അക്ഷരം മിണ്ടുകയോ ഒന്നുമില്ല. പകരം വളരെ ഷാർപ്പായി നേരിട്ടുള്ള ചോദ്യമായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ, നിങ്ങളുടെ ശബ്ദമാണോ ഇതാ, ഈ ശബ്ദ സന്ദേശത്തിൽ പുറത്തു വന്നത്? രാഹുൽ പറഞ്ഞ മറുപടി ഇതാണ്: കൈരളിയും റിപ്പോർട്ടർ TVയും ഈ ചോദ്യം ആവർത്തിക്കുവാണെങ്കിൽ ഞാനിവിടെ വാർത്താ സമ്മേളനം നിർത്തും. തുടരണമെന്ന് ചോദിച്ചപ്പോൾ മറ്റു പല മാധ്യമങ്ങളും ചോദ്യമല്ല ആവശ്യം, രാഹുലിന്റെ മറുപടിയാണെന്ന് പറഞ്ഞുകൊണ്ട് തുടരുകയായിരുന്നു. അതിനുശേഷം മനു സൂചിപ്പിച്ച പോലെ അവന്തികയുടെ വിഷയത്തിൽ മാധ്യമങ്ങളെ കണ്ടപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിൽ ഉയർന്നു വന്ന ഒരു ചോദ്യത്തിനും മറുപടി നൽകില്ല. അവന്തികയുടെ വിഷയത്തിൽ മാധ്യമങ്ങളെ കണ്ടു എന്ന് പറയുമ്പോൾ അതിൽ പോലും മറു ഒരു ചോദ്യത്തിന് മറുപടി പറയാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ തയ്യാറായില്ല. അതായത് പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിൽ അടൂരിൽ തുടരുക എന്ന് പറഞ്ഞാൽ കുറ്റകരമായ മൗനം ഭജിച്ചുകൊണ്ടാണ്, അല്ലെങ്കിൽ മൗനത്തിലാണ് അടൂരിൽ പാലക്കാട് MLA തുടരുന്ന ഒരു ചോദ്യത്തിനും പ്രധാനപ്പെട്ട, അതായത് പുറത്തു വന്ന ഓഡിയോ സംഭാഷണം, ലൈംഗിക പീഡന ആരോപണം, ഗർഭ അലസിപ്പിക്കലുമായി ബന്ധപ്പെട്ട് അങ്ങനെ ഒരു വിഷയത്തിലും മാധ്യമങ്ങളെ കണ്ടില്ല. ഏറ്റവും ശ്രദ്ധേയം, ഈ സമയത്ത് പല ആളുകളും സോഷ്യൽ മീഡിയയിലെ രാഹുലിന്റെ പഴയ പ്രസംഗങ്ങൾ കുത്തിപ്പൊക്കുന്നുണ്ട്. അവിടെയൊക്കെ രാഹുൽ എല്ലാ വിഷയത്തിലും എല്ലാ ആളുകളുടെയും പ്രതികരണം തേടുന്നതാണ്. ഇങ്ങനെ പാലക്കാട് MLA വീട്ടിൽ തുടരുമ്പോൾ കൗതുകരമായ പല പ്രതിഷേധങ്ങളും സമരങ്ങളും അരങ്ങേറുകയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് പാലക്കാട് MLA ആയിരിക്കും രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഭാഗത്തുനിന്ന് DYFIയുടെ പൊതിച്ചോറിനെ പറ്റി പരിഹസിച്ചത്. രാഹുൽ വീട്ടിൽ, നമ്മളിപ്പോൾ അടയിരിക്കുക എന്നുള്ള വാക്ക് ഉപയോഗിക്കാൻ പറ്റില്ല, കാരണം അത് തെറ്റായി വ്യാഖ്യാനിക്കാൻ സാധിക്കുന്നുണ്ട്. വീട്ടിൽ തുടരുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വീട്ടിൽ രാഹുൽ പരിഹസിച്ച DYFI അവർ പൊതിച്ചോറുമായി മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ അതായത് രാഹുൽ മാങ്കൂട്ടത്തിന് ഉത്തരമില്ലാതെ, അവിടെ ഉത്തരമില്ല എന്ന് പറയുമ്പോൾ എടുത്തു പറയേണ്ട, രാഹുൽ മാങ്കൂട്ടത്തിൽ വീട്ടിൽ അടങ്ങിയിരിക്കുക എന്ന് കരുതേണ്ട ആവശ്യമില്ല. കാരണം ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തയാണെങ്കിൽ ഇരയാക്കപ്പെട്ട പെൺകുട്ടികളെ രാഹുലും സംഘവും മാനസികമായി സമ്മർദ്ദത്തിലാഴ്ത്താൻ ശ്രമിക്കുന്നു എന്ന വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. അങ്ങനെയുണ്ടെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വീട്ടിലിരിപ്പ് ഒരു ഹോംവർക്ക് അല്ലെങ്കിൽ വർക്ക് അറ്റ് ഫ്രം ഹോം നടക്കുന്നുണ്ട് എന്നുകൂടി അനുമാനിക്കുന്നുണ്ട്. അതുകൊണ്ടായിരിക്കാം രാഹുൽ വർക്ക് അറ്റ് ഫ്രം ഹോം നടത്തുന്നുണ്ടായിരിക്കാം. അതായത് MLAയുടെ ജോലിയല്ല, മറ്റു ചില വർക്ക് അറ്റ് ഹോം ചെയ്യുന്നുണ്ടായിരിക്കാം. അടൂർ പ്രകാശ്, VD സതീശൻ
KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് തുടങ്ങിയ ആളുകൾ രാഹുലിനെ ന്യായീകരിക്കാൻ പൊതുരംഗത്തേക്ക് അല്ലെങ്കിൽ പൊതുമധ്യത്തിലേക്ക് എത്തുന്നതിന്റെ കാഴ്ച. അതുകൊണ്ടായിരിക്കാം രാഹുലിനെ വിമർശിച്ച വനിതാ നേതാക്കളായ ഉമാ തോമസ്, ഷാനിമോൾ ഉസ്മാൻ, മറ്റ് വനിതാ നേതാക്കൾക്കെതിരെ കടുത്ത അസഭ്യവും അശ്ലീലവും നിറഞ്ഞ സൈബർ ആക്രമണം ഉണ്ടാകുമ്പോൾ ഈ തീർച്ചയായും ആ വെട്ടുകിളി ആക്രമണങ്ങളിൽ ഭയന്നാണ് സുജു പലരും മിണ്ടാതിരിക്കുന്നത്. മിണ്ടിയ പലരും ഇപ്പോൾ നിശബ്ദരാകുന്നതും ഈ വെട്ടുകിളി ആക്രമണങ്ങളിൽ ഭയന്ന് തന്നെയാണ്. കാരണം രാഹുലിനേക്കാൾ അപകടകാരിയാണ് അയാളുടെ കൂടെ നിൽക്കുന്ന ഈ സൈബർ സംഘം എന്ന് പറയുന്നത്. അത് കോൺഗ്രസിലെ മുതിർന്ന നേതാക്കൾക്ക്, എന്നിട്ട് KC വേണുഗോപാലിന്റെ ജീവിത പങ്കാളിക്ക് വരെ അത് മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു. എന്നിട്ടും അടൂർ പ്രകാശിനോ അതല്ലെങ്കിൽ VD സതീശനോ കോൺഗ്രസിന്റെ അധ്യക്ഷനോ സംസ്ഥാന അധ്യക്ഷനോ അത് മനസ്സിലാകുന്നില്ല എന്നത് മനസ്സിലാകാഞ്ഞിട്ടില്ല, മനസ്സിലാകാഞ്ഞിട്ടും മനസ്സിലായിട്ടും മനസ്സിലാകാതെ നടിക്കുകയാണ്. അതിന് പുറകിൽ മറ്റു പല കാരണങ്ങളും ഉണ്ടായിരിക്കാം. അതിപ്പോൾ നമുക്കറിയില്ല എന്താണെന്ന്, പക്ഷേ പല കാരണങ്ങളുമുണ്ട് എന്നത് വ്യക്തമാണ്. ഏതായാലും കേരളം ചർച്ച ചെയ്യട്ടെ ഇത്തരത്തിലൊരു MLA സംരക്ഷിക്കുന്ന കോൺഗ്രസിന്റെ നടപടികൾ. ഇനി മറ്റൊന്നുമല്ല, നിയമസഭാ സമ്മേളനം ഓണം കഴിയുമ്പോൾ തുടങ്ങാൻ വേണ്ടി പോവുകയാണല്ലോ. അപ്പോൾ എന്തായിരിക്കും സമീപനം എന്ന് നമുക്കൊന്ന് കാത്തിരുന്ന് കാണേണ്ടത് തന്നെയാണ്. ഏതായാലും കാത്തിരിക്കാം ആ കാഴ്ചകൾക്കൊക്കെ വേണ്ടി.